ഹായ് ബഡേസ്, ഇറ്റ്സ് മീ ലെറ്റി മാത്യു. ഇന്ന് നമ്മൾ പോകുന്നത് കൊല്ലമാണ്. കൊല്ലം പുനലൂരാണ് പോകുന്നത്. കുറച്ച് നേരത്തെ കാത്തിരിപ്പിന് ശേഷം നമ്മുടെ ട്രെയിൻ അങ്ങനെ എത്തി. വലിയ കാര്യമായിട്ട് കയറിയ ബോഗിയുണ്ടല്ലോ, തിരക്ക് കാരണം നിൽക്കാൻ പോലുമുള്ള ഇടയില്ലായിരുന്നു. ഈ എവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഇതാണല്ലോ അവസ്ഥയെന്ന് പറയുന്ന പോലെ. പിന്നെ ഒടുവിൽ എനിക്ക് സീറ്റ് കിട്ടി കേട്ടോ. അതൊരു സൈഡ് സീറ്റ് തന്നെ കിട്ടി. അങ്ങനെ കാടും മേടും ഒക്കെ കടന്ന് അങ്ങനെ ഞാൻ യാത്ര പോവുകയാണ്. ഈ പുറമെ കടന്ന് കാഴ്ചകളുണ്ടല്ലോ, അത് നമുക്കിങ്ങനെ വാക്കുകളിൽ കൂടെ വർണ്ണിക്കാൻ പറ്റുന്നതല്ല. അത് യാത്ര ചെയ്യുമ്പോൾ കിട്ടുന്ന ഒരു പ്രത്യേക സുഖമുണ്ട്. ഞാനാണെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് എല്ലാം യാത്ര ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. പക്ഷേ എപ്പോഴും വീഡിയോസൊക്കെ എടുക്കും. ഒടുവിൽ അതെടുത്ത് ഗ്യാലറി ഫ്രീ ആക്കാനായിട്ട് അതെടുത്ത് ഡിലീറ്റ് ആക്കുകയും ചെയ്യും. അപ്പം ഞാൻ ചിന്തിച്ചു, വൈ നോട്ട്, എനിക്ക് ചെയ്തൂടെ ഈ വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്താൽ മറ്റുള്ളവർക്കും അത് കാണാമല്ലോ. ഇനി ഞാൻ എന്നെ പരിചയപ്പെടുത്താം. ഞാൻ ബേസിക്കലി ഒരു ഇടുക്കിക്കാരിയാണ്. ജസ്റ്റ് ഒരു കോഴ്സ് ചെയ്യാൻ വേണ്ടി ഞാനങ്ങനെ ഒരു അങ്കമാലി വന്നതാണ്. അതുകൊണ്ട് തന്നെ യാത്ര ചെയ്യാൻ കിട്ടുന്ന അവസരങ്ങളെല്ലാം ഞാൻ മാക്സിമം ഉപയോഗിക്കാറുണ്ട്. പ്രത്യേകിച്ച് ഈ ട്രാവൽ ചെയ്യുന്നവർക്കറിയാം എന്താണ് അതിൻ്റെ ഒരു സുഖം എന്നറിയാം. പിന്നെ ചിലർക്കൊക്കെ ഒരു പുച്ഛമുണ്ട്, ഇടുക്കിയിൽ ട്രെയിനില്ല അങ്ങനെ എങ്ങനെയാണെന്നൊക്കെ. നമുക്കതൊരു കുറവല്ല കേട്ടോ. നമുക്ക് ബസ് യാത്ര ചെയ്യുമ്പോൾ അതിൻ്റെ ഒരു പ്രത്യേക ഭംഗിയാണ്. ഏതൊക്കെ സ്ഥലങ്ങളിൽ പോയെന്ന് പറഞ്ഞാലും നമുക്ക് നമ്മുടെ ഇടുക്കി കഴിഞ്ഞിട്ടുള്ള കേസുകൾ എന്തൊക്കെയാണെന്ന് പറഞ്ഞാലും ഈ പാപി ചെല്ലുന്നതും പാതാളമെന്ന് കേട്ടിട്ടില്ലേ, അതാണ് അവസ്ഥ. ആറ്റും നോട്ടൊരു സൈഡ് സീറ്റ് കിട്ടിയപ്പോണ്ടല്ലോ, മുടിഞ്ഞ വെയിൽ. ആ വെയിൽ അടിച്ച് അങ്ങനെ ഇരുന്നു. പക്ഷെ പുറത്തേക്ക് നോക്കുമ്പോഴുള്ള കാഴ്ചകളുണ്ടല്ലോ, അതൊരു രക്ഷയില്ല, അടിപൊളിയാണ്. നമ്മളിപ്പോൾ ഇറങ്ങിയ പർപ്പസ് എന്താണെന്ന് പറഞ്ഞില്ലല്ലോ. എൻ്റെ മൂത്ത ചേട്ടൻ്റെ വൈഫിൻ്റെ അനിയത്തിയുടെ എൻഗേജ്മെൻ്റ് ആയിരുന്നു. അതിൻ്റെ മേക്കപ്പ് മാൻ ഞാനായിരുന്നു. അധികമൊന്നും അറിയില്ലെങ്കിലും നമ്മളങ്ങ് നമ്മുടെ കഴിവങ്ങ് ഇറക്കും. എന്താണെന്നറിയില്ല, എവിടെ പരിപാടി അവതരിപ്പിക്കാനും ഒരു ഓവർ കോൺഫിഡൻസാണ്. ചിലപ്പോൾ അതൊക്കെ പാലും കേട്ടോ. ചിലപ്പം ചക്ക വീണ മൊയിൽ ചെത്തെന്ന് പറയുന്ന പോലെ ചിലപ്പോൾ അങ്ങ് ശരിയാവും. Que vamos escribiendo para vos y para mí, queda claro, estamos todos acá de paso. Yo me la banco porque sé que estoy con vos. കഴിയൊന്നും അറിയാത്ത എന്നെ കൂട്ടിക്കൊണ്ട് പോകാൻ ചേച്ചി വന്നു കേട്ടോ. അതിനുവേണ്ടി ഞാൻ വെയിറ്റിങ്ങിലായിരുന്നു. ഇനി നമ്മുടെ ബ്രൈഡിനെ പരിചയപ്പെടുത്താം. നമ്മുടെ ബ്രൈഡുണ്ടല്ലോ, അവൾ മേക്കപ്പോ ഹെയറോ അങ്ങനെ ഒരുവിധ പരിപാടികളും ചെയ്തിട്ടില്ല. അവളുടെ ലൈഫിൽ ആദ്യത്തെ പരിപാടിയാണ്. അതുകൊണ്ട് തന്നെ ഉണ്ടല്ലോ, നമ്മൾ ഹെയറൊക്കെ ചെയ്തപ്പോൾ നല്ല പെർഫെക്റ്റ് ആയിട്ട് വന്നു. ഇതാണ് നമ്മുടെ ബ്രൈഡിൻ്റെ ഫൈനൽ ലുക്ക്. അങ്ങനെ എൻഗേജ്മെൻറ്റും തിരക്കും സദ്യയും എല്ലാം കഴിഞ്ഞ് പിറ്റേ ദിവസം ബസ് ബുക്ക് ചെയ്ത് നമ്മുടെ KSRTC, അതും സീറ്റ് റിസർവ് ചെയ്തുകൊണ്ട് നിന്ന് പോകാതെ ഇരുന്ന് വരാൻ പറ്റി. എന്തൊക്കെ പറഞ്ഞാലും ഉണ്ടല്ലോ, ഈ ചൂട് ഒട്ടും സഹിക്കാൻ പറ്റില്ല. എൻ്റെ അമ്മോ. അങ്ങനെ നമ്മുടെ എല്ലാ പരിപാടിയും കഴിഞ്ഞു. ഇനി നമുക്ക് പുതിയ വിശേഷങ്ങളുമായി അടുത്ത വീഡിയോ കാണാം. ബൈ.